ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വെറൈറ്റി പിടിച്ചാലോ? അതെ, നമുക്കിന്ന് എഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. എങ്ങനെയാണ് എഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അത് നമുക്ക് 6 ബ്രെഡ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ബൗളിൽ ഇതുപോലെ 2 ബ്രെഡ് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും 2 ബ്രെഡ് വയ്ക്കുക. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇത് തന്നെ ചെയ്യുക. ഇത് കുതിർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് 2 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊരു 3 മുട്ട പുഴുങ്ങിയത് ആവശ്യമാണ്. അതിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി കുതിർക്കാൻ വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി നുറുക്കിയതും കുറച്ച് കറിവേപ്പില ചെറുതായി നുറുക്കിയതും, ഒരു ഉള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. പോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ചെറു ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ ചെറു ഉരുളകളാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കി മാറ്റാം. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൽ ഇത് മുക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എല്ലാ ഉരുളകളും ഞാൻ ഇതുപോലെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ഇത് പൊരിക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഓരോ ഉരുളകളായി ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡും വേകുന്നതിന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ എഗ് കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഒരു സ്വാദിഷ്ടമായൊരു 4 മണി പലഹാരമാണിത്. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.